തുറക്ക്, എന്തൊക്കെയാ അതിലൊന്നും അറിയാലോ. കമ്മലോ? ആഹാ, കൊള്ളാലോ. നോക്കട്ടെ. സ്നേഹിക്ക് ഇത് നന്നായിട്ട് ചേരും അല്ലേ? ആഹാ, ഇതുണ്ടായിരുന്നോ? ഇതല്പം വിലയുള്ള സാധനമാണല്ലോ. ഇത് കണ്ടറിയാം ധനുഷിന് സ്നേഹയോട് വലിയ ഇഷ്ടമുണ്ടെന്ന്. ഇനി ഇതിലൊന്നുമില്ലേ? പ്രേമലേഖനുണ്ടോ? തുറന്ന് വായിച്ചു നോക്ക്. അതിൽ എഴുതിയിരിക്കുന്ന ചിലപ്പോ അവൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിരിക്കും. ഇങ്ങനെ മനസ്സിൽ വായിച്ച ഞാൻ എങ്ങനെ കേൾക്കും? ഉറക്കെ വായിക്ക. അല്ലെങ്കിൽ ഞാൻ വായിക്കാം. എത്രയും പ്രിയപ്പെട്ട എന്റെ സ്വന്തം സ്നേഹം അറിയുന്നതിന്. ഞാൻ ധനുഷാണ് കേട്ടോ. ഫ്രം അഡ്രസ്സിലെ ഡി കണ്ട് കൺഫ്യൂഷൻ ആയില്ലേ? അത് മറ്റാരും അറിയണ്ടെന്ന് കരുതിയാ. ഞാനാണ് ഈ പാഴ്സൽ അയച്ചെന്നറിയുമ്പോ തന്റെ മുഖത്തുണ്ടാവുന്ന ആ ഒരു ചിരിയില്ലേ, അത് നേരിട്ട് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. അത് നടക്കാത്തതാണല്ലോ നമ്മുടെ വിധി. തന്റെ അവന്തികയെടുത്തിയും അർച്ചനയെടുത്തിയും ഒക്കെ നോക്കി നടക്കുവല്ലേ. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കി. അതിലേറ്റവും ശല്യം അവന്തികയെടുത്തിയാണ് കേട്ടോ. അവർക്ക് വല്ലാത്ത അഹങ്കാരമാ. ആരോ ആണെന്നാണ് ഭാവം. ഇനി ആരെന്ത് പറഞ്ഞാലും ആരെതിർത്താലും സ്നേഹ ധനുഷിന്റെ സ്വന്താ. ധനുഷ് ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹയെ ആയിരിക്കും. ഒരു നിവൃത്തിയുമില്ലെങ്കിൽ നമുക്ക് ഈ നാട് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകാം. പറയാനുള്ളതെല്ലാം ഇനി നേരിട്ടാവാം എന്ന് സ്നേഹയുടെ മാത്രം ധനുഷ്. ഐ ലവ് യു സ്നേഹ, ഐ ലവ് യു സോ മച്ച്. ഓഫ്, കവി എഴുതുമോ ഇതുപോലെ? എനിക്ക് വന്ന ഗിഫ്റ്റ് ബോക്സ് തുറന്നു നോക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? അതിന് പൊട്ടിച്ചത് ഞാനല്ലല്ലോ, അവധി എടുത്തിയല്ലേ. ആരായാലും അത് ശരിയായില്ല. ശരിയല്ലെങ്കിലേ നീ പോയി കേസ് കൊടുക്ക്. നിനക്കാരെങ്കിലും ഒരു ഗിഫ്റ്റ് അയച്ചാ അതാരാണെന്ന് വ്യക്തമായിട്ട് എഴുതണം. അല്ലെങ്കിൽ ABCD എന്നൊക്കെ എഴുതിയാലേ തുറന്നു നോക്കിന്നൊക്കെ വരും. ഞാൻ എഴുതിയിട്ട് അപ്പോഴേ പറഞ്ഞല്ലേ തുറക്കണ്ട, അത് സ്നേഹിക്ക് ഇഷ്ടാവില്ലാന്ന്. ഇപ്പൊ കണ്ടില്ലേ? ഇനിയെങ്കിലും അതൊന്നും കൊടുക്കെടുത്തി. അപ്പൊ ഞാൻ ഊഹിച്ചതൊക്കെ ശരി തന്നെയാ. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞതോടെ ധനുഷിന് സ്നേഹിക്കോട് വല്ലാത്ത ഇഷ്ടം തോന്നിക്കാണും. അതാണേ ഈ ഗിഫ്റ്റൊക്കെ അയച്ചത്.